വിശ്വാസികളുടെ ഇടയിൽ ദൈവവിശ്വാസം ഇല്ലാത്തവർ ഒത്തിരി കൂടുതലാണ്. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും വചനവിശ്വാസമുള്ളവർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസത്തെ, ക്രിസ്ത്യാനികളുടെ ദൈവവിശ്വാസത്തെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമായി വന്നിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഒരല്പം ശാസ്ത്ര ചിന്താഗതിയൂടെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യത്തെ ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നത്. എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം, ഈ സംഗതി പഠിച്ചു കഴിയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന സൃഷ്ടി സാധ്യമാണോ, 7 ദിവസം കൊണ്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൻ്റെ വായനയിൽ തന്നെ ഈ ആള് ഈ ദൈവം വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ ഈ വചനം വിശ്വാസയോഗ്യമല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തും. അങ്ങനെ ഒരു അരവിശ്വാസത്തിൽ വേറെ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവിടെ അങ്ങനെ തുടരും. കാരണം ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ജനിക്കുന്നതിന് മുമ്പ് അവരുടെ ആ ഒരു ചെറിയ ബോധം വന്നു അവരുടെ ആദ്യത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനെ കുറിച്ചാണ്. പറഞ്ഞാൽ മരിച്ചാൽ എവിടെ കുഴിച്ചിടുമെന്നുള്ളു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലാണ്. അതോ ആയിക്കോട്ടെ. പരിണാമത്തെക്കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എവിടെ വിളിച്ചാലും അതിനായിട്ട് വന്ന് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഞാൻ 2 കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഒരിക്കൽ അദ്ദേഹം ഗോഡ് ഡെലിവിഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതിനകത്ത് അദ്ദേഹം എഴുതി യേശുക്രിസ്തു എന്ന് പറയുന്നൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ തന്നെ പരസ്യമായിട്ട് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വാക്കുകളാൽ അതിൽ നിന്ന് പിൻവാങ്ങി. എന്നിട്ടും അത് പകർത്തി അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തുകൊണ്ട് രവിചന്ദ്രൻ സി എന്ന് പറയുന്നൊരു മലയാളി നാസ്തികനായ ദൈവം എന്നൊരു പുസ്തകം എഴുതി. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് രവിചന്ദ്രൻ സി മോശമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പല ഡോക്ടറേറ്റുകളുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാവുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഡോക്ടറേറ്റ് എന്തായാലും ഉണ്ട്. പിന്നെയും മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് പഠനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ലോജിക്ക് എനിക്ക് ഒട്ടും ബോധ്യമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു സംഗതി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല. എന്നാലും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം തോന്നിയ കാര്യം കൂടെ ഞാൻ പറയാം. ഇത് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇവർ 2 പേരും മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവർക്ക് 2 പേർക്കും അറിവുണ്ട്, ഒരു ചിന്താഗതികളിലെ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നാൾ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ ഇന്നാൾ പറഞ്ഞായിരുന്നു. എന്താണ്? ക്രിസ്ത്യാനികളുള്ള രാജ്യത്തെ എനിക്ക് ജീവിച്ചാൽ മതിയെന്ന്. ഏതെങ്കിലും തിരിച്ചറിവുള്ളൊരു വിശ്വാസി പറയുമോ പാപികളുള്ള രാജ്യത്ത് എനിക്ക് ജീവിക്കണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറയത്തില്ല. കാര്യം നമ്മളെ പഠിക്കുന്ന വിശ്വാസപ്രകാരം നമുക്ക് എന്ത് പറ്റത്തില്ല, അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനൊക്കത്തില്ല. എന്നാൽ ഇദ്ദേഹം ലോകത്തെ മുഴുവൻ പരിഹസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ സമൂഹത്തോടൊപ്പം അദ്ദേഹത്തിന് ജീവിക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി രവിചന്ദ്രൻ്റെ ആ ലോജിക്കിനെ കുറിച്ച് കൂടെ ഞാൻ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ പലസ്തീനിയൻ എംബസി പോയിരുന്നു. പ്രത്യേകിച്ച് ഒരു ചോദ്യവും ഇല്ല, വളരെ നല്ല സ്വീകരണമാണ് എനിക്ക് അവിടെ ലഭിച്ചത്. ഒന്നാമത് പ്രത്യേകിച്ചൊരു അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കയറി പോകാൻ കഴിഞ്ഞു. അംബാസഡറെ വരെ നേരിട്ട് കണ്ട് സംസാരിച്ച് വളരെ സൗഹൃദമായിട്ട് പിരിയാൻ കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ എംബസിയിലാണെങ്കിൽ ഉള്ള ആ പ്രതിസന്ധി, അംബാസഡറെ കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുക പോലും വേണ്ട. പിന്നെ അതിനകത്തൊന്ന് കയറണമെങ്കിൽ തന്നെ ബാരിക്കേഡിന് പുറത്ത് നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാവും. ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ച 2 സംഗതി. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല. മനസ്സിലായവരാരെങ്കിലും ഉണ്ടോ? അതിൽ പ്രശ്നം മനസ്സിലായവരില്ല. പലസ്തീൻ എംബസിയെ ലക്ഷ്യമിടുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ? ഉണ്ടോ? എന്നാൽ ലോകത്തുള്ള എല്ലാവരും പറ്റുമെങ്കിൽ ഒരടി എവിടെ കൊടുക്കണം? ഇതേ ഉള്ള കാര്യം. ഇത് ഏത് പൊട്ടന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്.
ഇതിനെ താരതമ്യം ചെയ്യാൻ കൊള്ളാവുന്ന ഒരു സംഗതിയല്ല. രവിചന്ദ്രൻ ജി ഒരിക്കലും അത് പറയരുത്. അത്ര ലോജിക്കില്ലാത്തൊരു സംഗതിയായിപ്പോയി. ഇനി എല്ലാവർക്കും ഇത് അബദ്ധം പറ്റും കേട്ടോ, മനുഷ്യരല്ലേ. ഈ ദൈവവിശ്വാസം ഇല്ലാത്തവർ ഒരുപാട് പേര് പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ദൈവം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഭയങ്കര സമാധാനമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിയാം? നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. സ്വീഡനിൽ മറ്റ് രാജ്യങ്ങളില്ലാത്തതിലും അധികം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായ ശുശ്രൂഷകർ കൂടുതലുള്ള രാജ്യമാണ്. ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അല്ല ഹോസ്പിറ്റലിൽ ശുശ്രൂഷിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആത്മീയ മേഖലയിൽ ശുശ്രൂഷിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇപ്പോഴല്ല, എനിക്കൊന്നൊരു 4-5 വർഷമായി. കോവിഡിനും തൊട്ട് മുമ്പാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് എനിക്ക് വർഷം ഓർമ്മയില്ല, ഞാനത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുമില്ല. ഞാനതൊരു പത്രവാർത്തയെ വായിച്ചതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ലർജിയെ ശമ്പളം കൊടുത്ത് പോറ്റുന്ന രാജ്യം സ്വീഡനാണ്. ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും വേറെ എവിടുന്ന് കേട്ടാലും ഇന്നത്തെ കാലത്ത് ഒരു ശകലം പോലും നേരെ അങ്ങ് വിഴുങ്ങരുത്. നമുക്ക് തന്നേക്കുന്ന ചിന്താശേഷി ഉപയോഗിച്ച് അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കണമെന്ന് തോന്നിയാൽ അത് ഒന്ന് അന്വേഷണം നടത്തിയിട്ട് അതിനെ വിശ്വസിക്കണം. ഒത്തിരി വീഡിയോസ് പോലും വരുന്നുണ്ട് ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ സത്യത്തിന് വിരോധമായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഇന്ന് ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി സൃഷ്ടിയെ പരിഹസിക്കുന്ന ഒരു സംഗതി കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് മാറിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത സമയത്ത് ആരിഫ് ഹുസൈൻ ഒരു ക്രിസ്ത്യാനിയെ സൃഷ്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും സംഗതി ഇതാണ്: ഈ ശാസ്ത്രം പുതിയ രക്തം ഉണ്ടാക്കാൻ ഉള്ള ശേഷി നേടിക്കഴിഞ്ഞു. അതിന് പൂർണ്ണമായ ശേഷിയിലെത്തിയില്ലെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയതിന് തന്നെ പല ഗുണങ്ങളുണ്ട്. ദൈവം സൃഷ്ടിച്ചതിനേക്കാൾ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെതായ പ്രശ്നങ്ങൾ അതിനില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയ നിലവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ഇനി ദൈവം ഈ ഗ്രൂപ്പ് കൊടുത്ത് എന്തിനാന്ന് പോലും നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം പ്രകൃതിയിലുള്ള എന്തിനെങ്കിലും കാരണമില്ലാതില്ല. ഇനി പരിണാമമായിരുന്നു ശരിയെങ്കിൽ അതിന് ഈ ഗ്രൂപ്പ് ഒരു പ്രശ്നമുള്ള സംഗതി ആണെന്നുണ്ടെങ്കിൽ ഈ പരിണാമത്തിൽ എവിടെങ്കിലും വെച്ചൊക്കെ എന്ത് സംഭവിക്കണമായിരുന്നു? ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമായിരുന്നു. ഇനി പരിണാമത്തെക്കുറിച്ച് പറയുന്ന 2 തരം സംഗതിയുണ്ട്. മൈക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, മൈക്രോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഏറ്റവും ചെറിയ പരിണാമം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് ചില തലമുറകൾക്കുള്ളിൽ നടക്കേണ്ടതാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്ന സംഗതികളൊന്നും ഇന്ന് നമ്മൾ പറയുന്ന നമുക്ക് ചരിത്രം അറിയാവുന്ന 4-5 തലമുറകളിലെങ്ങും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ മൈക്രോ കട്ട് ചെയ്ത് വെച്ച് മൈക്രോ കട്ട് ചെയ്ത് വെച്ച് മാക്രോ എന്ന് പറഞ്ഞ വലിയ എവല്യൂഷനിലേക്ക് പോകും. അതിന് പിന്നെ നമുക്കറിയാമല്ലോ, മറ്റേ കഥയുടെ പിൻബലം വേണം. കോടാനുകോടി വർഷങ്ങൾ സമയം വേണം, പെട്ടെന്ന് നടക്കത്തില്ല. നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ചിത്രം കണ്ടിട്ടുള്ളവരുണ്ടോ? ചിലപ്പോൾ ഈ 2 ചിത്രം ഇതിലേതെങ്കിലും ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ജർമ്മനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൈഡ്രൺ കൊളൈഡർ എന്നാണ് ഇതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ ഈ പരിണാമത്തിൻ്റെ ആദ്യത്തെ ജീവൻ ഉണ്ടായത് ഏതാണ്ട് ഒരു വലിയ സാഹചര്യത്തിലാണ്. അത് എന്തൊക്കെയോ പ്രഷറോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവർ. ഒത്തിരി കാലമായി. ഇതിനകത്തുള്ള 2 പടങ്ങളെ ഞാൻ എടുത്തുള്ളൂ. നിങ്ങൾ പോയി ഇതിൻ്റെ ബാക്കി പടങ്ങൾ എടുത്ത് നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇതൊരു ചെറിയ സംഗതിയൊന്നുമല്ല, ഒത്തിരി വലിയ സംഗതി. ആ സ്റ്റാൻഡൊക്കെ സൈഡിൽ ഇരിക്കുന്ന കണ്ടാൽ മനസ്സിലാവും. ഒരു വലിയ ഭൂമിക്കടിയിൽ ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ്.
ലാർജ് ഹൈഡ്രജൻ കൊളൈഡർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇത് പോയി നോക്കണം. ഇതിനകത്ത് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത അവസാനം ഒരു കണിക, ജീവനുള്ള ഒരു കണിക ഉണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിനുപയോഗിച്ച് സകല മെറ്റീരിയലും ആരുടെയാണ്? നമ്മുടെ ദൈവത്തിൻ്റെ. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ സ്പേസ് പോലും ഇല്ലാത്തടത്ത് പോയി അവിടെ നിന്ന് സാധനം, മറ്റേ മരിച്ചുപോയ അയാൾ ഉണ്ടല്ലോ മുടി വെച്ചേക്കുന്നത്, അയാൾ എടുക്കുന്നത് പോലെ എടുത്തിട്ട് ഉണ്ടാക്കി കാണിക്കണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇവർ ഈ സാധനം മുഴുവൻ എടുത്തത് നമ്മൾ ദൈവം ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ച് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ജീവന്റെ കണിക ഉണ്ടായിട്ടില്ല ഇതേവരെ. ഇനി അത് ഉണ്ടാക്കിയാലും ദൈവം ഉണ്ടാക്കിയതുപോലല്ല ചെയ്യാൻ പോകുന്നത്. ഇല്ലാത്തടത്തുനിന്നല്ല, ഉള്ള സാധനം എടുത്തു വെച്ചാൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ രക്തം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരെ സാധനം എടുത്തിട്ടാ? നമ്മളെ ദൈവം ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചാൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് മാറ്റി വെച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച് പറ. ഈ കാലത്ത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും കാണത്തില്ല, നിങ്ങളും കാണത്തില്ല, നിങ്ങളുടെ മക്കളും കാണത്തില്ല, ഉറപ്പാ, ഒരു സംശയവുമില്ല. ഇവരിപ്പോഴും ഈ പാഴുപണി ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ കയ്യിൽ നിന്നുള്ള സാധനം എടുത്ത് വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറേയൊക്കെ അവരുണ്ടാക്കും, ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളിൽ നേട്ടം, ശാസ്ത്രം മോശമൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒത്തിരി ദോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലളിതമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ദൈവിക ചിന്തയെ അതിജീവിക്കാൻ പറ്റിയൊരു സംഗതി ആയിട്ടില്ല ഇത്. പത്രോസ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് നേരിട്ട് കണ്ടയാള്. അത് രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു തേജസ്സേറിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കണ്ടയാള് പറയുകയാണ് ഇതിലും ശ്രേഷ്ഠമായിട്ട് പ്രവാചക പുസ്തകം നമുക്കുണ്ടെന്ന്. ആ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നമ്മൾ വായിക്കുന്ന പ്രവാചക പുസ്തകം. അതിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവാചകന്മാർ ഒത്തിരി വലുതൊന്നും പോണ്ട, യെശയ്യാവിലൊന്നും പോണ്ട, ചെറിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് അധ്യായങ്ങൾ 12ഉം 14ഉം ഒക്കെ അധ്യായമുള്ള പ്രവാചകന്മാരുണ്ട്. അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചേച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും. വേണമെങ്കിൽ താരതമ്യം ചെയ്ത് ഇതുപോലെ ജനിച്ച യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു 5-6 പ്രവചനമെങ്കിലും ഏറ്റവും കുറഞ്ഞ നോട്ടത്തിൽ കിട്ടും. ഇതിൽ ഒരെണ്ണമെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു പ്രവാചകനോ ദൈവമോ ഭൂമിയിലുണ്ടെങ്കിൽ കൊണ്ടുപോവാ. താരതമ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജനിക്കുന്നതിന് മുമ്പ് പ്രവചനം പറഞ്ഞ് കൃത്യതയോടെ ജനിച്ച വേറെ ആരെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടായി കൊണ്ടുപോവാ? ഈ ലോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 1:7 വായി. അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടപെടും. മതി. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഇത്രയും മാത്രം മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. നാം പഠിക്കുന്ന ഏതൊരു വ്യക്തിത്വത്തിനും, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആണെങ്കിൽ പോലും, ഈ ഒരു പരിശോധന ഉണ്ടായിട്ടുള്ളവരാണ്. ചിലത് നമുക്ക് വിശ്വാസത്തിനായിട്ടും നമുക്ക് തിരിച്ചറിവിനായിട്ടും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാര്യം ഒരു പരിശോധന ഇല്ലാതെ ഒരു മനുഷ്യനും എന്താകാൻ പോകുന്നില്ല. നമുക്ക് കാണുന്ന ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പത്രോസാണ്. പത്രോസിന്റെ ഏറ്റവും ഗ്ലോറിയസ് മൊമെന്റ് എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നത് നാം ചോദിച്ചത് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്,
ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. മതി. ഇത്രയും വലിയൊരു വെളിപ്പാട് കിട്ടിയ ആ സമയത്ത് യേശു ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയ വേറെ ഏതെങ്കിലും ഒരു ശിഷ്യനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടോ? ഒരാളുമില്ല. സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വെളിപ്പാടിനെ കുറിച്ച് യേശു ക്രിസ്തു നീ ഭാഗ്യവാൻ, ജീവിച്ചിരിക്കുന്ന ഒരാളോട് നേരിട്ട് യേശു ക്രിസ്തു പറയുക നീ ഭാഗ്യവാൻ. അസാധാരണ വിശേഷണം. നമ്മൾ ഭാഗ്യം എന്നൊക്കെ പറയും ചിന്തിക്കുമ്പോഴേ നമുക്ക് ആകെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലോട്ടറിയെ കുറിച്ചാണ്. ഇതൊന്നുമല്ല. യേശു ക്രിസ്തു നേരിട്ട് ഒരാളെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞേക്കുക. ഈ അധ്യായത്തിൽ സഹതാപത്തോടെ വായിക്കാൻ പറ്റും 22-23 വാക്യങ്ങൾ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് എന്ന് പറഞ്ഞു. പത്രോസിനുള്ള ആ മനസാന്നിധ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 3-4 ദിവസം കൂട്ടായ്മ അങ്ങ് മുടക്കും. എന്നെ കൊണ്ട് അത്രേ പറ്റും. ഏറ്റവും കുറഞ്ഞത് അങ്ങനെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ വിളിച്ചേക്കുന്ന എന്താ? ഭാഗ്യവാൻ, നിനക്ക് ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയ സംഗതി. അത് ഇതൊക്കെ പറയുമ്പോഴേ തീർച്ചയായിട്ടും നമ്മളങ്ങ് പോകും. പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവമായിട്ട് നേരിട്ട് കണക്ഷൻ ആയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ യേശുവിന് ഉപദേശം കൊടുക്കാനുള്ള സ്ഥിതിയിലോട്ട് നമ്മളങ്ങ് എത്തി. യേശു ആരാന്ന് അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും വരാവുന്ന സാധ്യത കേട്ടോ. യേശുവിനെ തിരിച്ചറിയാതിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും വർദ്ധിച്ചു എന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസവും ഇത് തന്നെയായിരുന്നു. യേശു ക്രിസ്തു അവസാന രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും. അപ്പോഴത്തേക്ക് പിന്നെയും ഈ പഴയ സാധനം അപ്പോഴും മാറിയിട്ടില്ല. ഇവർ മൊത്തം പോയാലും ഞാൻ പക്ഷെ പരമാവധി പിടിച്ചു നോട്ടെ. എനിക്ക് ആ മനുഷ്യൻ എന്നുള്ള നിലയിൽ പത്രോസിനോട് ഈ കാര്യത്തിൽ ഭയങ്കര ബഹുമാനമുള്ള മനുഷ്യനാണ്, വ്യക്തിയാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റും സകല ഭയവും ഒഴിവാക്കി യോഹന്നാൻ്റെ കാല് പിടിച്ച് ആ വിചാരണ നടക്കുന്നിടത്തേക്ക് കയറി. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കയറാൻ പെർമിഷനൊന്നുമില്ല. യോഹന്നാന് മഹാപുരോഹിതൻ്റെ ബന്ധുവായിരുന്നുകൊണ്ട് അവിടെ കയറാനുള്ളൊരു സാഹചര്യമുണ്ട്. യോഹന്നാൻ അങ്ങനെ കയറി. യോഹന്നാൻ പറഞ്ഞിട്ട് പത്രോസിനെ അകത്ത് കയറ്റി. ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള താല്പര്യത്തെ, പക്ഷേ അകത്ത് ചെന്ന ചോദ്യം വരുമെന്നുള്ളത് പ്രതീക്ഷിച്ചു പോലും. ആ ചോദ്യത്തിൽ സംഗതി കാര്യം അവിടെ എത്തുമ്പോഴാണ് പത്രോസ് മനസ്സിലാക്കി. നമുക്ക് ഈ നമ്മളെ ഒരു പ്രശ്നം എന്താ അറിയാം, നമുക്ക് ഈ കൂട്ടായ്മകളിൽ മാത്രം നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് പോകുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിച്ചിട്ടുള്ള ഒരു സമൂഹത്തിലോട്ട് ചെന്ന് ഒരു പരസ്യയോഗത്തിന് ഇറങ്ങിയിട്ട് 2 പേരോടൊന്ന് സംവദിച്ച് നോക്കണം. അന്നേരം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളെന്തോ. യേശുവിനെ കുറിച്ച് 2 ചോദ്യം വരുമ്പോഴത്തേക്ക് ഒന്നും വേണ്ട, യേശുവിനെ നീ ദൈവമാണെന്നൊന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ മതി. നമ്മൾ പേജ് മറിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പത്രോസിന് പറ്റിയതാ. യേശുവിൻ്റെ കൂടെ ആയിരുന്നു, അതുകൊണ്ട് പുറം ലോകത്ത് എന്താണെന്നുള്ളത് അറിഞ്ഞില്ല. പുറത്ത് ചെന്നപ്പോൾ മനസ്സിലായി യേശുവിനെതിരെ ഭയങ്കര പ്രതിഷേധമുണ്ട്. ജനം മൊത്തം എതിരാണ്. ഇവിടെ പിടിച്ചു നിൽക്കുന്ന എളുപ്പമല്ല. മുമ്പ് അറിയാമായിരുന്നു യേശുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ യേശുവിനോട് കൂടെ യേശുവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനമെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു തിരിച്ചറിവായിരുന്നു. പക്ഷേ ഇവിടെ വിചാരണ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് മൊത്തം യേശുവിനെതിരായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു വാക്ക് വേണ്ടിയാൽ ചിലപ്പോൾ പല്ലൊന്നും തിരിച്ച് കാണത്തില്ല എന്നുള്ളൊരു ബോധ്യം വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് യേശുവിൻ്റെ വാക്ക് നിറവേറാൻ ഇടയായത്. നീ 3 തവണ എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് 3 തവണയും തള്ളി പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി കരയേണ്ടി വന്നു. ഇത് കഴിഞ്ഞ പത്രോസിനോടാണ് യേശു ഏറ്റവും അവസാനം
സംസാരിക്കുന്നത്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയുണ്ട്. ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ബോഡി അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ രണ്ടുപേരും ഓടി വന്ന് കല്ലറയ്ക്കകത്ത് ആദ്യം വന്നത് ആരാന്നറിയാം? യോഹന്നാൻ ആദ്യം വന്ന്. അകത്ത് കയറിയില്ല. പത്രോസ് വന്നപ്പോൾ അകത്ത് കയറി. സംഗതി ഡ്രസ്സ് മാത്രം കണ്ടു, തിരിച്ച്. പക്ഷെ അതിൻ്റെ ഒരു സംഗതി എനിക്കിപ്പോഴും മനസ്സിലായിട്ടോ, ഈ വസ്ത്രം അവിടെ നല്ല ഈസിയായിട്ട് മടക്കി, പിന്നീട് ദൂതം വന്ന് മടക്കി വെച്ചതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഉണ്ടാകുന്ന ഉയർപ്പിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു രൂപാന്തരം പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഡ്രസ്സ് മടക്കി വയ്ക്കാനുള്ള സാവകാശമൊന്നും ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. കണ്ണി വയ്ക്കുന്ന നേരത്തിനുള്ളിൽ ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അതിന് സമാനമായിട്ടുള്ള വസ്തുതയല്ല അവിടെ. എന്നാലും യേശുവിന് പത്രോസും യോഹന്നാനും വന്നപ്പോഴും വെളിപ്പെടാനൊരു മനസ്സ് വന്നില്ല. അതിലെനിക്കൊരു ചെറിയൊരു സുഖമില്ലായ്മ തോന്നാറ്. അവർ ആരുടെങ്കിലും ഒരാളടുത്തൊരു വാക്ക് പറയാമായിരുന്നു. പോട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരൊക്കെ കൂടെ ഇരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും. മറ്റു പലരെയും കണക്കിൽ പത്രോസ് അപ്പോൾ ശിഷ്യനൊന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ പറയുന്നില്ല, ഞാനങ്ങനെ വ്യാഖ്യാനിക്കുന്നുമില്ല. അതിനിപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണമൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ലോജിക്കലായിട്ടുള്ള കാരണമാണെന്നൊക്കെ വേണമെങ്കിൽ പറയുകയും ചെയ്യും, കുഴപ്പമൊന്നും. പക്ഷെ മീൻ പിടിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴും യേശു കരയ്ക്കിരുന്നുകൊണ്ട് പറയുന്നു, വേറെ മീൻ പിടിച്ചോളാൻ പറഞ്ഞു. മുമ്പൊരിക്കൽ വള്ളമൊക്കെ ഉപേക്ഷിച്ച് പോയ ആളാണ്. വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നു. ഇത് നമ്മുടെ ശ്രദ്ധയിൽ വേണം. എന്ന് പറഞ്ഞാൽ പത്രോസ് പലതവണ മീൻ പിടിക്കാൻ പോയ കുഴപ്പമൊന്നുമില്ല. കരം കൊടുക്കേണ്ടി വന്നപ്പോഴും യേശു എന്തോ പത്രോസിനോട് പറഞ്ഞ് പോയി ചൂണ്ടയിടാനാണ് പറഞ്ഞല്ലേ. ഇത് നമ്മൾ മുഴുവനായിട്ട് ആ മീൻപിടുത്തം ഉപേക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ യേശു ഒരിക്കലും പത്രോസിനെ വീണ്ടും ചൂണ്ടയിടാൻ വിടരുതായിരുന്നു. അതല്ല ലക്ഷ്യം. യേശു കൂടെ ഇല്ല എന്നുള്ള ഒരു തോന്നലിൽ വേറെ ഒന്ന് അന്വേഷിച്ചു പോകരുത്. ഇതാണ് തിരിച്ചറിവ്. മനസ്സിലായില്ലേ? നീ ഇന്നലെ കൂടെ മീൻ പിടിക്കാൻ പോകാൻ എന്താ? ക്രൂശ് മരണത്തിന്റെ തലേ ദിവസം നീ എന്താ മീൻ പിടിക്കാൻ പോകുന്നത്? അപ്പോൾ ക്രൂശ് മരണവും കഴിഞ്ഞു, ഒരു വെളിപ്പാടുമില്ല, കല്ലറ ചെന്നിട്ട് ഒന്നും കണ്ടില്ല, മറ്റുള്ളവർ കാണുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തോ തോന്നും? കൂട്ടായ്മ വിട്ട് പിണങ്ങി പോകണമെന്ന് തോന്നി. ഫെലോഷിപ്പ് വിടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങൾ അവിടെ ആരോടും പ്രതിഷേധിക്കുകയല്ല. നിങ്ങൾ ആരോടാണ് പ്രതിഷേധിക്കുന്നത്? ദൈവത്തോടാണെന്നുള്ള തിരിച്ചറിവാണ്. കൂട്ടായ്മയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഓർമ്മ വേണം, ഈ കൂട്ടായ്മയുടെ മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടി അല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി അല്ല ചെയ്യുന്നത്, നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതിന് വേണ്ടിയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി രക്തം വില കൊടുത്തൊരുത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യമാണ്. ഈ ബോധ്യം തുടക്കം മുതൽ ഉണ്ടായാൽ നമുക്ക് ഈ പ്രയാസമൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞിട്ട് പ്രാതലും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മീൻ കൊണ്ടുവന്നു, ഇവർ കൊണ്ടുവന്ന മീനും കൂടെ ചുട്ട് പ്രാതൽ കഴിച്ചു. യേശു അതിനു മുമ്പ് തന്നെ ഇവർക്ക് പ്രാതൽ റെഡിയാക്കിയിരുന്നു. അപ്പവും മീനും ഒക്കെ കഴിച്ചു. യേശുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന സംഗതി കേട്ടോ, മീനും അപ്പവും. നമ്മൾ കഴിക്കാത്ത ദിവസമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, അല്ലാത്തവരുണ്ട്, കഴിക്കുന്നവരുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് യേശുവിൻ്റെ ഒരു സംഭാഷണം വരുന്നത്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ ചോദ്യം വന്ന എന്തുകൊണ്ടാണെന്നറിയാം? നേരത്തെ പത്രോസ് തന്നെ പറഞ്ഞതുകൊണ്ടാണ്. പത്രോസ് പരസ്യമായിട്ട് പറഞ്ഞു, ഇവർ മുഴുവൻ പോയാലും ഞാൻ എന്തോ ചെയ്യും, നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞു. ഇപ്പം ആ ചോദ്യം തിരിച്ച് മുമ്പോട്ട് വെച്ച് നീട്ടുക. അവിടെ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. യേശു ആദ്യം ഉപയോഗിച്ച വേർഡ് അഗാപ്പയാണ്. രണ്ടാമത് പറഞ്ഞ വേർഡും അഗാപ്പയാണ്. 2 തവണയും പത്രോസ് അഗാപ്പയെ തിരിച്ചു മറുപടി പറഞ്ഞിട്ടില്ല. അഗാപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ ക്വാളിറ്റി, അതിനെക്കുറിച്ച് പറയുന്ന വേർഡാണ് അഗാപ്പ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ്. പത്രോസ് 2 തവണയും ഫിലയോ തന്നെയാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ സാധാരണ സൗഹൃദത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എനിക്ക് നിന്നോട് സൗഹൃദമുണ്ട്. യേശു ആ 2 തവണയും തിരിച്ച് അതല്ല ചോദിച്ചത്, നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാണ് ചോദിച്ചത്. 2 തവണയും മറുപടി പറഞ്ഞെന്താ? അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന് മുമ്പ് ആദ്യം പറഞ്ഞെന്താ?
ഇവരെല്ലാം വിട്ടാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ നിങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞയാള് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് അതേന്ന് പോലും ഉത്തരം പറയാൻ കഴിയാതെ താന്നു നിൽക്കുക. വിരോധം കൊണ്ടാണോ? വിരോധം കൊണ്ടാണോ? അല്ല, അവന് മനസ്സിലായി എനിക്ക് അവനോടല്ല സ്നേഹം, അവന് എന്നോടാ സ്നേഹം. ഈ ബോധ്യം മറന്നു പോകരുത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊന്നും തള്ളി മറിച്ചു കളയരുത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ നിലനിൽക്കുന്നുള്ളൊരു ബോധ്യം മാത്രമേ ഉണ്ടാകാവൂ. ദൈവത്തിന് സ്തോത്രം. ഈ ബോധ്യം വന്നതുകൊണ്ടാണ് ഇദ്ദേഹം പിന്നെയും ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിന് അതും പോരാന്ന് തോന്നിയിട്ടാണ് വീണ്ടും മൂന്നാമത് ചോദിച്ചത്, നീ പറയുന്ന സൗഹൃദം നിനക്കുണ്ടോ? മനസ്സിലായോ? അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഞാൻ എൻ്റെ ജീവനെ ഭയന്ന് ചിലപ്പോൾ അതും വേണ്ടെന്ന് വയ്ക്കുമെന്ന് മനസ്സിലായി. തന്നിലെ മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ദൈവകൃപ വേണമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അറിയുന്നു. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം ഇതാണ്, നിലനിൽക്കാൻ ദൈവത്തിന്റെ കൃപ വേണമെന്നുള്ള തിരിച്ചറിവ് മാത്രം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പൗലോസ് എന്ന അപ്പോസ്തലന് തൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഓരോ സമയത്തും ഉണ്ടായിരുന്ന തിരിച്ചറിവ് ഇതാണ്. പല സമയത്തും അദ്ദേഹം ഒരുപാട് ക്ലെയിമുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ലെയിമുകൾക്കപ്പുറം പല സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. ദൈവസഭയെ ഉപദ്രവിച്ചത് കൊണ്ട് ഞാൻ ഈ സംഗതിക്ക് യോഗ്യനല്ല. ഇന്ന് ക്രിസ്തുമതം എന്ന് പറയുന്ന എല്ലാ സഭകളും ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, യേശുക്രിസ്തു കഴിഞ്ഞാൽ ബഹുമാനിക്കുന്ന പുതിയ നിയമത്തിലെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പൗലോസ് എന്ന് എല്ലാവരും പറയും. ആ പൗലോസ് ഓരോ സമയത്തും പറയാണ്, ഞാൻ ഈ സ്ഥാനത്തിന് യോഗ്യനല്ല ദൈവസഭയെ ഉപദ്രവിച്ചത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സംഗതി എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചു എന്നുള്ളൊരു തിരിച്ചറിവാണ്. 12 മക്കളുണ്ടെന്ന് വെച്ചോ നിങ്ങൾക്ക്. കേരളത്തിലെ 12 ഒരുവിധം പറഞ്ഞു കേട്ടുള്ളൂ. അതിൽ കൂടുതൽ 1-2 പേര് കാണും. 10 കുറച്ചധികം ഉണ്ടായിരുന്നു കഴിഞ്ഞ തലമുറയിൽ. 10 ഉള്ളവൻ്റെ ഒന്നിനെ പിടിച്ച് കൊന്നാൽ ആ ആള് ഈ കൊന്നവനോട് ക്ഷമിക്കുമോ ഒരിക്കലെങ്കിലും? ഇതാ യേശു ചെയ്തത്. പൗലോസിനോട് ദൈവം ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മക്കളെ കൊല്ലാനല്ല, കൊന്നു. സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം കാത്തത് പൗലോസാണ്. ഈ ചെയ്തയാളോട് ദൈവം ക്ഷമിച്ചു. ഈ ക്ഷമിച്ചതിനെ കുറിച്ചുള്ള ബോധ്യം പൗലോസിന് ഓരോ നിമിഷവും ഉണ്ടായിരുന്നു. ഇതാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം. തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ് ഇതാണ്, നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങോട്ടൊന്നും സ്നേഹിക്കുക അല്ല ചെയ്യുന്നത്. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പൗലോസ് വീണ്ടും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓരോ ദിവസവും ഈ ഒരു തിരിച്ചറിവിലാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാവും. ഇനി വളരാൻ വേണ്ടി സഭകൾ ആവർത്തിച്ച് പൗലോസ് പറഞ്ഞിട്ടും ത്യജിക്കുന്ന ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചേച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രധാന മെസ്സേജ് കഴിഞ്ഞു. എന്നാലും സഭകൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ഇനി നാനാ ലോകത്തേക്ക് യുദ്ധമൊക്കെ വരുമല്ലേ, നമ്മൾ എപ്പോഴും എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതൊന്ന് കരുതിയിരിക്കാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർ 3:16, വേറൊരാൾ എഫേസ്യർ 5:19 എടുത്തു. തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. മതി. ഇനി എഫേസ്യർ 5:19. ആത്മാനിർഭരരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളും. മതി. കൊരിന്ത്യർ ലേഖനത്തിലെ റെഫറൻസ് ഞാൻ എഴുതിയില്ല. കൊരിന്ത്യർ, എഫേസ്യർ, കൊലോസ്യർ 3 എഴുത്തുകളിൽ ആവർത്തിച്ച് പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്. എത്ര വിശ്വാസികൾ എത്ര സഭയിൽ പാലിക്കുന്നുണ്ടെന്ന്.
നമ്മുടെ സഹോദരൻ സാജൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സംഗതി ഇതാ. അദ്ദേഹത്തിൻ്റെ മകനെ അഭിനന്ദിച്ചു. അത് അവിടെ ചെന്നിരുന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തീരുന്നത് വരെ ഒരാളിൽ നിന്ന് ഇങ്ങനെ സംഗതികൾ വന്നുകൊണ്ടിരിക്കുക. പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനം, പ്രസംഗം, ആശീർവാദം വരെ ഒരു സ്ഥലത്തു നിന്ന് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാധാരണ ആർക്കായാലും മടുപ്പുള്ളതോ? മനസ്സിലാവുന്നില്ലേ? ഇവിടെ ദൈവം പറഞ്ഞെന്താ? ദൈവത്തിന് സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും വിശ്വാസികൾ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? ആത്മീയ വർധനവ് പ്രാപിക്കേണ്ട കാര്യങ്ങൾ ഉളവാകേണ്ടത് അവിടെ നിന്നാണ്. അത് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വിശ്വാസിയും ഒരു വ്യത്യാസമില്ലാതെ എല്ലാ വിശ്വാസിയും എല്ലാവരിൽ നിന്നും പ്രാപിക്കാനുമുണ്ട്, കൊടുക്കാനുമുണ്ട്. ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഈ തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെതിരാന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. കൊടുക്കാൻ വേണ്ടിയുള്ളത് എന്തെങ്കിലും കരുതാതെ ആരാധനയ്ക്ക് വരരുത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലതെന്ന് നമ്മൾ പറഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞായിട്ട് വായിക്കുന്നു. ദൈവത്തിന് സ്വാതന്ത്ര്യം. നമ്മളെ വിളിച്ചത് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം നിറയണം. ഓരോ ദിവസവും നമ്മൾ നിറവ് പ്രാപിക്കണം. നമ്മൾ പരീശന്മാരെ പോലെ വഞ്ചകരാകരുത്. നമ്മളൊരു വിശ്വാസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്ന മറ്റൊരാൾ പ്രതീക്ഷിക്കുന്നത് ഈ വ്യക്തി ദൈവത്തെ പിൻപറ്റുന്ന യേശുവിൻ്റെ ശിഷ്യനാണെന്നുള്ള തോന്നലാണ്. ഇത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകാൻ ഞാൻ നിങ്ങളെ വിവാഹ രംഗത്തേക്ക് പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. വേണമെങ്കിൽ ഇന്നും ഒന്നുകൂടെ പറയാം. നിങ്ങളിൽ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരാളെങ്കിലും നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടി വേദിയിൽ നിൽക്കുന്നു. നിങ്ങളുടെ പങ്കാളി തൊട്ടപ്പുറത്ത് നിൽക്കുന്നു. ഒരു പെന്തക്കോ സഭയിൽ വെച്ച് നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രതീക്ഷ എന്താ? അതിൻ്റെ കൂടെ അവിടെ വരുന്നവരങ്ങ് തള്ളി മാറിക്കും. ഇത് മറ്റേ യൂത്ത് വിങ്ങിലും CA-യിലും ICPF-ലും ഒക്കെ അങ്ങ് കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ഉണ്ടായിരുന്ന ആളെന്നുള്ളത് എടുത്തങ്ങ് മാറിക്കും. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ വ്യാജം എന്താ? ഓബേദേദോന്റെ വീട്ടിലെ പോലെ പെട്ടകം ഇന്ന് വീട്ടിനകത്ത് കയറും, നമ്മൾ ആരാധിച്ച് തകർക്കും എന്നുള്ളതാണ് വരുന്നത്. ഞങ്ങൾ വീട്ടിൽ പണ്ട് പറയാറുള്ളത് പോലെ ദൈവം ഇറങ്ങി വരുന്ന പ്രാർത്ഥനയായിരിക്കും അന്ന് അവിടെ നടക്കുന്നത്. അത് മനസ്സിലായിട്ടില്ലല്ലേ? എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ഡിവൈസ് ഉപയോഗിച്ചാലും ഇത് സ്വർഗ്ഗത്തിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നേരിട്ട് ഞങ്ങളുടെ ഇവിടെ ഇറങ്ങി വരും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ദൈവം ഇറങ്ങി വരുന്ന പ്രാർത്ഥന. ഇത് ഞാനാണോ അല്ലോ എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി വീട്ടിലാരെങ്കിലും വിളിച്ചത് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ദൈവത്തിന് സ്വാഗതം. നമ്മളെ വിളിച്ചതെന്തിനാ? മറ്റുള്ളവരെ വളർത്താൻ വേണ്ടിയാണ്. അതിന് നമ്മൾ വളർന്നേ നോക്കും. ഇത് ദൈവസഭയുടെ ഉപദേശം അല്ലെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അറിഞ്ഞാലും സന്തോഷമാണ്. അപ്പോസ്തലനായ പൗലോസ് 3 സഭകൾക്ക് എഴുതിയ കാര്യമാണ്. 3 സഭകൾക്ക്. നമുക്കിന്നും അത് ചെയ്യാൻ പ്രയാസമാണ്. ഇനി ഇതിനകത്തൊരു ചെറിയ പ്രശ്നം ഞാനും കാണുന്നത്. അതില്ല പ്രശ്നം. ദൈവത്തിന് സ്വാഗതം. നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അഹങ്കാരം നമ്മളിലുണ്ടാകരുത്. കാര്യം ഞാൻ വലിയൊരു വിശ്വാസിയാണ്, എനിക്ക് നിലനിൽക്കാൻ കഴിയും എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ കൃപയിലേ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദൈവം അതിന് പറ്റിയ സാഹചര്യം തരാത്തതുകൊണ്ടാണ്. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യം ഇക്കാര്യത്തിലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം ചില സാഹചര്യങ്ങൾ എന്നെ ദൈവം കൊണ്ട് എത്തിക്കാത്തത് അതുകൊണ്ടാണ്. ഒരു പരിമിതി വരെ പറഞ്ഞാൽ എൻ്റെ ഈ മുഖഭാവം പോലും ദൈവം ഇങ്ങനെ തന്നേക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്നും ജീവിച്ചു പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ ആവശ്യമില്ലാത്ത ഇടപെടത്ത് പോലും ഇല്ല ഈ ഒരു സംഗതി ഉള്ളത്. ഇതൊരു പ്രൊട്ടക്ഷനായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ ദൈവം നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കത്തില്ല. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് നമ്മളെ നിലനിർത്തും. ദൈവം നമ്മളെ സഹായിക്കും.